കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടില്ലെന്ന വിവരം പുറത്തുവന്നതോടെ മേയർ സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോഴിക്കോട് കോൺഗ്രസ്. മെഡിക്കൽ കോളേജ് വാർഡിലെ സ്ഥാനാർത്ഥിക്ക് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തും. പുതിയ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. നിയമ പോരാട്ടത്തിലൂടെ വോട്ടുറപ്പിക്കാനാകില്ലെന്ന് ബോധ്യമായതോടെയാണ് പുതിയ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചത്. സലാം മുഹമ്മദ് ചേരുന്നു. സലാം, കോഴിക്കോട്ടെ കോൺഗ്രസ് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ഈ മെഡിക്കൽ കോളേജ് സ്ഥാനാർത്ഥിയൊപ്പം BM ബിനു, ഇതിൽ രണ്ടിലും വലിയ ആശങ്കയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? നിലവിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BM ബിനുവിന് വോട്ടില്ലെന്ന വിവരം പുറത്തു വന്നതോടുകൂടിയാണ് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇത് വോട്ടുറപ്പിക്കുന്നതിനുള്ള നിയമ പോരാട്ടങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് പുതിയ സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ ബിന്ദു കമനക്കണ്ടി എന്ന് പറയുന്ന കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി കൂടി പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. ആ ഒരു ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് കോൺഗ്രസ് ഇങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവർക്ക് വോട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന നടത്തിയില്ലേ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നേരത്തെയും വോട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാദം മുന്നോട്ട് വെച്ചിരുന്നു. ആ വാദവും പൊളിഞ്ഞ സാഹചര്യത്തിലാണ് പുതിയ സ്ഥാനാർത്ഥികളെ തന്നെ കണ്ടെത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് തയ്യാറാകുന്നത്. പ്രഖ്യാപനം ഉണ്ടാകുമോ? നിലവിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കോഴിക്കോട് DCCയിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അതോടൊപ്പം തന്നെ MK രാഘവൻ MP ഒക്കെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിത്വം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് ഹർജി നൽകിയത്. ആ ഹർജിയിൽ വലിയ പ്രതീക്ഷയൊന്നും തന്നെ കോൺഗ്രസ് വെച്ച് പുലർത്തുന്നില്ല. കാരണം നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വോട്ടില്ലാത്തതിനാൽ പുതിയ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളൊക്കെ തന്നെ നൽകിയതാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ സാഹചര്യത്തിലൊന്നും എടുക്കാത്ത ഒരു നടപടി പുതിയതായി വോട്ട് ചേർക്കുകയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കളക്ടറുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എതിർക്കുമെന്ന് CPM പ്രഖ്യാപിച്ചൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് ചേർക്കൽ എളുപ്പമല്ല എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നത് തന്നെയാണ് ആകെ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള പോംവഴി. ആ ഒരു സാഹചര്യത്തിൽ മേയർ സ്ഥാനാർത്ഥിയായി ആരെയായിരിക്കും തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഇതുവരെ മറുപടി പറയുന്നില്ല. അതും സർപ്രൈസ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥികളിൽ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ കലായി വാർഡിലായാലും നേരത്തെ മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലായാലും പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നുള്ളത് കൂടിയാണ് ധന്യ മനസ്സിലാക്കുന്നത്. ശരി, സലാം.